ഉയരം ബോധി ഐശ്വര്യം പുലരിഞ്ഞ് പുലവെള്ളം പള്ളവും പുലരി ധനത്തിന് ഇലയുടെ ശിക്ഷണം. ഹലോ, നിങ്ങളെന്തേനുപ്പ ഇന്നലെ വിളിച്ചില്ലല്ല? അതെന്നാ നിങ്ങൾ ഇന്നലെ വിളിക്കായിനി? നിങ്ങൾക്ക് എപ്പോഴും തിരക്കല്ലേ? പിന്നെ എന്നിട്ട് ഓക്ക് നിക്കാഹാ? അയ്യേ, ഓള് പഠിക്കുവല്ലേ ചെയ്യുന്ന്? ഓളിപ്പോ സമ്മതിക്കുവാ? എന്നിട്ട് അങ്ങനെയാ? ഇപ്പം മൂത്തോളി ഇപ്പം കെട്ടിച്ച് വിട്ടിനത്രയല്ലപ്പാ. അപ്പാട് നമ്മൾ ക്ഷീണിടെ മാറിയാ നമുക്ക് സ്വർണ്ണെല്ലാം ഉണ്ടാക്കണ്ടേ? കുറച്ചൊന്നും പോരല്ലേ ഇപ്പോൾ. പവനെത്രയാന്ന്? 58,000 ആയി പവന്. ഈ കൂലിയും കൂടി ആകുമ്പോൾ പൈസ എത്രയാവൂ? ഞാനെന്നാ ഓളോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഓള് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം ഓളോട്. മോളെ സനേ, ഉപ്പിപ്പം വിളിച്ചിനി. നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാനിപ്പോ പഠിക്കുവായിരുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാം നല്ലോണം പഠിച്ച് നല്ല നിലയിലെത്തുമ്പോ ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവും അമ്മ? ഇല്ല, ഞാനിപ്പോ പഠിക്കുവായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചു വിടാനോ ചിന്തിക്കാ വേണ്ട. അല്ല മോളെ, നീ എന്നാ പറയുന്നത്? നിങ്ങളെ രണ്ടാളെയും 2 വഴിക്ക് ആക്കിയാലല്ലേ നമുക്കൊരു സമാധാനം ഉള്ളൂ. ഉപ്പ അങ്ങ് ഗൾഫിലുള്ളവരല്ലേ എന്തെങ്കിലും ഒരു പൈസയല്ലേ കൈമിൽ ഉണ്ടാവുള്ളൂ. അന്നേരം പിന്നെ നിന്നെയും കൂടി ഒരു വഴിക്ക് ആക്കിയാലല്ലേ ഉപ്പക്ക് സമാധാനാവൂലൂ. എന്നാലും എന്തിനാ ഉപ്പ എന്നെ കെട്ടിച്ചു വിടാൻ പറഞ്ഞത്? ഞാനിപ്പോ പഠിക്കാന്നല്ലേ. ഞാൻ പഠിച്ച് നല്ല നിലയിലെത്തി 10ാം ക്ലാസ് കൂടി കഴിഞ്ഞിട്ടാണ് എന്നെ കെട്ടിച്ചു വിട്ടാ പോരുമ്മ. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. നാളെ ചക്കൻ്റെ ആള് വരുന്നുണ്ട്. അടുത്ത ദിവസം രണ്ടാളും പെണ്ണ് പഠിക്കുക ഇതിനകത്തുനിന്ന്. ഞാൻ ചെക്കൻ്റെ ഉമ്മയാണ്. ഇതെൻ്റെ മോളാന്ന് എൻ്റെ പെങ്ങള്. നമ്മൾ അവൻ്റെ ഫോട്ടോ, അവൻ ഗൾഫിലാണ്, അവൻ്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരാം കേട്ടാ. എന്നാ നമ്മൾ പോയിക്കോട്ടെ. ഇപ്പോൾ അല്ല, ചായ കുടിക്കുന്നില്ലേ? വേണ്ട, പൈപ്പും ചായ വേണ്ട. നമുക്ക് വേറെ കല്യാണത്തിന് പോകാനുണ്ട്, വേഗം പോകണം. എന്നാ ബാക്കി കാര്യങ്ങളെല്ലാം ഫോണിലൂടെ പറയാം. ആയിക്കോട്ടെ. അടുത്ത ദിവസം ആയിക്കോട്ടെ മോളെ. എന്തെല്ലാം മോക്കാടെ നല്ലല്ലേ? ആടെ ഉണ്ണിയെല്ലാം നല്ലല്ലേ? എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ മോക്ക്? നമ്മള് പോയടുത്ത് നമ്മൾ നല്ലോണം നിൽക്കണം. നമ്മൾ നല്ലോണം നിന്നാലും നമുക്ക് നല്ലതേ വരുള്ളൂ കേട്ടാ. ഉമ്മാനോടത് നല്ലോണം വിളിക്കുവാൻ പറയുകയും ചെയ്യാ. പെങ്ങൾ വരുമ്പോ പെങ്ങളെ എല്ലാം നല്ല ഇരിക്ക് നോക്കുക, ആക്കുക എല്ലാം ചെയ്യണം. എന്റെ ഉപ്പയും ഉമ്മയും ദുഷ്ടന്മാരായി
വിവാഹം സതി എന്ന് പറയുന്ന കാര്യഘട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ശിവു. എൻ്റെ കല്യാണം മറ്റന്നാൾ നടക്കാൻ പോവാ. അതിനെന്തിനാ നീ കഴിയുന്നു? പിന്നെ ഞാൻ കാര്യമായിട്ടിരിക്കണേ. നീ കഴിയണ്ട. നിന്റെ കല്യാണമെങ്കിലും നീ ഇതേപോലെ കരയോണ്ടെന്ന് ചിരിക്കയ്യ. ഒരാണിന്റെ അടിമയായി കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയില്ല. മനുഷ്യൻ എത്രത്തോളം സങ്കടമുണ്ട് നിനക്കറിയാവോ? ഈ ശൈശവ വിവാഹം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താ? നമുക്ക് കേസ് കൊടുക്കണം ശിവു. എൻ്റെ ഉപ്പയും ഉമ്മയും അറസ്റ്റിലായാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരുമോ? മോളെ നീ എന്നാ പറഞ്ഞേ? നീ എന്നാ ശിവനോട് പറഞ്ഞ ഉപ്പാനും ഉമ്മാനും ജയിലിലാക്കാനാ? അതിനാ ഉപ്പയും ഉമ്മയും കഷ്ടപ്പെട്ട് മക്കളെ ഇത്രയാക്കിയത്. മക്കളെ ഇത്രയുള്ള മുട്ടയെന്ന് വിരിയുന്ന മക്കളെ കഷ്ടപ്പെട്ട് ഇത്രയാക്കി സ്കൂളിൽ പഠിപ്പിച്ച് ഇത്രയാക്കുമ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെയാ പറയേണ്ടത്? ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. ടാറ്റാ, താങ്ക് യു.